പോലീസിനും നിയമവ്യവസ്ഥയ്ക്കും പിടികൊടുക്കാത്ത സമർത്ഥരായ കൊടും കുറ്റവാളികൾ മനുഷ്യ ചരിത്രത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാളികൾക്കിടയിൽ അരും കൊല ചെയ്ത പിടികെട്ട പുലിയെന്നാൽ അത് സുകുമാരക്കുറുപ്പാണ്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. 1988 ഗുരുതരമായ ഹൃദയാഘാതത്തെ തുടർന്ന് ബൊക്കാറോ ജനറൽ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടേണ്ടി വന്ന സുകുമാരക്കുറുപ്പ് തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കി രക്ഷപ്പെട്ടെങ്കിലും തകരാറിലായ ഹൃദയവുമായി അയാൾ എത്ര കാലം ജീവിച്ചു കാണും? റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ അലി അക്ബർ വെളിപ്പെടുത്തിയ പിന്നാലെ കുറുപ്പ് 2017 വരെയും ജീവിച്ചിരിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? 1988 ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ ജനറൽ ഹോസ്പിറ്റലിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്നും താൻ കുറുപ്പിനെ മനസ്സിലാക്കിയെന്ന് ബോധ്യമായപ്പോൾ അവിടെ നിന്ന് കുറുപ്പ് രക്ഷപ്പെട്ടെന്നുമുള്ള ആ കാലത്ത് അവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന രത്നമ്മയുടെ മൊഴിയാണ് മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായത്. മകളുടെ വിവാഹം കൂടാൻ ഉൾപ്പെടെ കുറുപ്പ് ഒന്നിൽ കൂടുതൽ തവണ കേരളത്തിൽ വന്നുവെന്നും പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതരുടെ സഹായം കുറുപ്പിന് കിട്ടിയെന്നുമുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അലി അക്ബറിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളും വന്നതോടെ കേസിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. 2017 സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനായി നടത്തിയ പുനർ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അലി അക്ബർ. അലി അക്ബർ ആരോപിക്കുന്നത് പോലെ സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടാൻ പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതർ സഹായിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. 2017 നടന്ന പുനർ അന്വേഷണത്തിന്റെ ഭാഗമായി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അലി അക്ബർ സമർപ്പിച്ച റിപ്പോർട്ട് പുനഃപരിശോധിക്കും എന്നാണ് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.